അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നടന്ന ലിസാനിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് നസിലു മാ യുനാസിബു, അല്ലെ, നമുക്ക് ചേർക്കാം എന്തിനെ, മാ ഒന്നിനെ, യുനാസിബു യോജിച്ചതായ ഒന്നിനെ നമുക്ക് ചേർക്കാനാണ്. അപ്പൊ ബ്രാക്കറ്റിൽ സംഖ്യകൾ തന്നിക്കുന്നു. അപ്പൊ താഴെ തന്ന ചിത്രങ്ങൾ എണ്ണീറ്റ് അതിന്റെ അറബി അവിടെ എഴുതാനാണ് അടിയത്തെ പെട്ടിക്കോളത്തിൽ. ഇപ്പൊ മാങ്ങ, അല്ലെ, 5 മാങ്ങ ഉണ്ട്. അപ്പൊ അതിന്റെ അറബി ബ്രാക്കറ്റിൽ നോക്കി ഹംസത്തുൻ അത് എഴുതുക. ആ രൂപത്തില് ബക്കറ്റ് 1 അപ്പൊ എത്ര, വാഹിദുൻ. അതുപോലെ പെൻസില് 9 ഉണ്ട്, അല്ലെ, തിസ്അത്തുൻ. അതുപോലെ വെണ്ട 7 ഉണ്ട്, സബഅത്തുൻ. 4 പഴം ഉണ്ട്, അപ്പോ അർബഅത്തുൻ. ആ രൂപത്തില് എഴുതാനാണ് കേട്ടോ. അങ്ങനെ എഴുതിയാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ 2 മാർക്കും പോകും കേട്ടോ. ഒന്ന് ശരിയായ 2 മാർക്ക് വെച്ച് 5 എണ്ണത്തിന് 10 മാർക്ക് ലഭിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നുസമ്മിൽ അഷ്യാ താലിയ, താഴെയുള്ള വസ്തുക്കളുടെ പേര് എഴുതാനാണ്. അപ്പൊ ചിത്രം നോക്കിയിട്ട് അതിന്റെ അറബി വാക്കുകൾ എഴുതാനാണ്. ഫസ്റ്റ് നോക്കി പശു, അല്ലെ, പശുവിന് എന്താ അറബി പറയാ, ബക്കറത്തുൻ. രണ്ടാമത്തത് വീട്, വീടിന് എന്താ അറബി പറയാ, ബൈത്തുൻ. മൂന്നാമത്തെ എന്താണ്, പൂവങ്കോയി, പൂവങ്കോയിക്ക് എന്താ അറബി പറയാ, ദീക്കുൻ. നാലാമത്തത് പിടക്കോഴി, പിടക്കോയിക്ക് എന്താ അറബി പറയാ, ദജ്ജാജത്തുൻ. അഞ്ചാമത്തെ എന്താണ്, അണ്ണാനാണല്ലേ, അണ്ണാൻ എന്താ അറബി പറയാ, സിഞ്ചാബുൻ. അപ്പൊ അത്രയും എഴുതിയാൽ നമുക്ക് 15 മാർക്ക് കിട്ടും. ഓരോന്നും ശരിയായാൽ 3 മാർക്ക് വെച്ച് 15 മാർക്ക് കിട്ടും. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ 3 മാർക്ക് പോകും ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു, ബ്രാക്കറ്റ് എന്ന് യോജിച്ച് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. അപ്പൊ ഒന്നാമത്തത് ഉസ്താദി, എന്റെ ഉസ്താദാണ്. അപ്പൊ അതിനോട് ചോദിച്ചത് ഉസ്താദ് ആണാണ് പെണ്ണാണോ, ആണാണല്ലോ, അല്ലെ. അപ്പൊ ഹാദ ഹാദിഹി, അതിലേതാണ് വരിക, ഹാദ ഉസ്താദി. അതുപോലെ ബാക്കിയുള്ളതും ഉഖ്തി, ഉഖ്തി എന്റെ സഹോദരിയാണ്. അപ്പൊ എന്താ വരിക, ഹാസിഹി ഉഖ്തി, കാരണം ഉഖ്തി പെണ്ണാണല്ലോ. പിന്നെ കിതാബി, എന്റെ ബുക്കാണ്. അപ്പൊ എന്താ വരിക, സാലിക കിതാബി, കാരണം കിതാബിന്റെ അവസാനത്തിൽ താ ഇല്ലല്ലോ. ഇനി അവസാനത്ത് നോക്കി ബിത്തീഖത്തുൻ, താ വന്നിക്കണം. അപ്പൊ എന്താ വരിക, തിൽക ബിത്തീഖത്തുൻ. അടുത്തത് നോക്കി നുകമ്മിലുൽ ഫറാഗ, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. അപ്പൊ നമ്മൾ പുസ്തകത്തിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഇസ്മി ഡാഷ് എന്താണ്, ജാസിമുൻ. അന ദാരിസുൻ ഫി സ്വഫി സാനി. ഹാസാ കലമി. ഹാസിഹി ഹകീബത്തി ഫിൽ ഹകീബത്തി കിതാബുൻ. ഈ രൂപത്തിലാണ് പൂരിപ്പിക്കേണ്ടത്. ഇങ്ങനെ പൂരിപ്പിച്ചാൽ അതിനും 8 മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് നുജീബ്, ഉത്തരം എഴുതാന്. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഐനൽ ഉമ്മു, ഉമ്മ എവിടെയാണ്, അല്ലെ, അൽ ഉമ്മു ഫിൽ ബൈത്തി. ഐനൽ മുഅല്ലിമു, അധ്യാപകൻ എവിടെയാണ്. അപ്പൊ അങ്ങനെ എഴുതേണ്ട, ഉത്തരത്തിന്റെ അവസാനത്തെ വാക്ക് അൽ മുഅല്ലിമു അല്ലെ, ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക്. അപ്പൊ അത് വെച്ച് ഉത്തരം എഴുതണം, അൽ മുഅല്ലിമു ഫി സൊഫി, മുഅല്ലിമു ക്ലാസ്സിലാണ്. ഇനി അടുത്ത് ചോദ്യം ഉണ്ടാക്കാനാണ്, മുൻഷിഉ സുആൽ, ചോദ്യം ഉണ്ടാക്കാൻ. ദാലിക ബുർത്തുകാൽ എന്നാണ് ഉത്തരം. അപ്പൊ ബുർത്തുകാൽ മനുഷ്യനാണോ, അല്ല. അപ്പൊ എന്താ വരിക, മനുഷ്യനല്ലെങ്കിൽ എന്താ വരിക, മാ. അപ്പൊ മാ ദാലിക. അതുപോലെ തിൽക്ക തുഫാഹത്തുൻ, തുഫാഹത്ത് എന്നുള്ളത് മനുഷ്യനാണോ, അല്ല. അപ്പൊ മാ തിൽക്ക, അപ്പൊ ചോദ്യമായി. അങ്ങനെ എഴുതിയാൽ അതിന് 4 മാർക്ക് കിട്ടും. ഇനി അവസാനത്തെ പുതിയൊരു പ്രവർത്തനാണ് ഹയ്യൻ നൻസഖ്, അല്ലെ. അപ്പൊ പകർത്തി എഴുതാനാണ്, നോക്കി എഴുതാന്. നോക്കി എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. അല ഷജറത്തി ഉറാബുൻ, അത് അതുപോലെ നോക്കി എഴുതി വെച്ചാൽ അതിന് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അർഹമായ വിജയം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ ഫിഖാണ് എക്സാം. അപ്പൊ അതിനൊക്കെ വേണ്ടി നല്ല രൂപത്തിൽ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഒക്കെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും.